नमस्ते बच्चों। 10वीं कक्षा के पहले 3 पाठभाग हम पढ़ चुके हैं। आज हम इकाई 1 के अंतिम पाठभाग पढ़ने जा रहे हैं। पाठ का नाम है बंडी। ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ 3 ലെസൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബീർ ബഹൂട്ടി, ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ടൂട്ടാ പഹിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ലെസണായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു റീഡിംഗ് ലെസണാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ലെസൻ്റെ പേര് बंडी। यह पाठभाग हिंदी की आधुनिक कहानीकार और उपन्यासकार श्रीमती मनु भंडारी का आपका बंडी नामक उपन्यास का अंश है. ഹിന്ദിയിലെ ആധുനിക കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീമതി മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. മാതാപിതാക്കളുടെ വിവാഹബന്ധം തകർന്നതിൻ്റെ ദുരന്തത്തിൽ വീർപ്പുമുട്ടുന്ന ഒരു കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ ഒരു നോവലാണ് ആപ്കാ ബണ്ടി. ആ നോവലിലെ കുറച്ച് പോർഷനാണ് നമുക്ക് റീഡിംഗ് ലെസണായിട്ട് ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. तो हम शुरू करते हैं बंडी. मम्मी ड्रेसिंग टेबल के सामने बैठी तैयार हो रही है. മമ്മി എന്ത് ചെയ്യുകയായിരുന്നു? ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലായി നിന്ന് റെഡി ആവുകയായിരുന്നു. നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാൻ കഴിയും. ആ പിക്ചറിൽ നോക്കാം. ബണ്ടി പീച്ചെ ഖടാ ചുപ്ചാപ്പ് ദേഖ് രഹാ ഹെ. ഇതെല്ലാം നോക്കിക്കൊണ്ട് പിന്നിലായി ബണ്ടി നിൽക്കുന്നുണ്ട്. ചുപ്ചാപ്പ് എന്ന് പറഞ്ഞാൽ നിശബ്ദനായി. मम्मी जब भी कॉलेज जाने के लिए तैयार होती हैं बंडी बड़े कौतूहल से देखता है. മമ്മി എപ്പോഴൊക്കെയാണോ കോളേജിലേക്ക് പോകാനായി റെഡി ആവുന്നത് ആ സമയത്തെല്ലാം ബണ്ടി എന്ത് ചെയ്യുമായിരുന്നു? കൗതൂഹൽ എന്ന് പറഞ്ഞാൽ കൗതുകത്തോടു കൂടി മമ്മിയെ നോക്കി നിൽക്കുമായിരുന്നു. जान तो वह आज तक नहीं पाया पर उसे हमेशा लगता है कि ड्रेसिंग टेबल के इन रंग बिरंगी शीशियों में छोटी बड़ी डिब्बियों में ज़रूर कोई जादू है कि मम्मी इन सबको लगाने के बाद एकदम बदल जाती है. പക്ഷേ അവൻ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും എന്തായിരുന്നു അറിയാൻ കഴിയാത്തത്? അമ്മ ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ കാണുന്ന രംഗ് ബിരങ്കി ശീശുവും കളർഫുള്ളായ കുറച്ച് ബോട്ടിൽസും അമ്മ അവിടെ വച്ചിട്ടുണ്ട്. ചോട്ടി ബഡി ഡിബിയോ, അതുപോലെ ചെറുതും വലുതുമായ കുറേ കുപ്പികൾ അവിടെയുണ്ട്. അതിനകത്ത് എന്തോ ഒരു മാജിക് ഉണ്ട്, മാജിക് ഉണ്ട്. കാരണം മമ്മി ഇൻ സബ്കോ ലഗാനെ കെ ബാദ് ഏകദം ബദൽ ജാത്തി ഹെ. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ മൊത്തത്തിൽ മാറുന്നതായിട്ട് അവന് തോന്നി. कम से कम बंडी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही कोई और ही होगी. കുറച്ചെങ്കിലും അവന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തൻ്റെ മുന്നിൽ കാണുന്നത് തൻ്റെ അമ്മയല്ല, മറ്റാരോ ആണ്. पूरी तरह तैयार होकर हाथ में पर्स लेकर मम्मी ने कहा, देखो बेटे तुम्हें बाहर नहीं निकलना. हाँ. റെഡിയായതിനു ശേഷം അമ്മ കയ്യിൽ പേഴ്സ് എടുത്തു. അതിനുശേഷം മകനോട് പറയുകയാണ്, ബണ്ടിയോട് പറയുകയാണ്, നോക്കൂ മോനെ, ധൂപ് മേ ബാഹർ നെഹി നികൽന. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. നീ പുറത്ത് വെയിലത്തൊന്നും ഇറങ്ങരുത്. ഫിർ ഫൂഫിക്കോ ആദേശ് ദിയ. അതിനുശേഷം സെർവൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയാണ്, ബണ്ടി ജോ ഖായെ വഹി ബനാന ഏകദം ബണ്ടി കി മർസി കാ ഖാന സംചി. ബണ്ടി എന്താണോ കഴിക്കുന്നത് അത് അവൻ ഉണ്ടാക്കി കൊടുക്കുക. ഏകദം ബണ്ടിക്ക് മർസി കാ ഖാന. മർസി എന്ന് പറഞ്ഞാൽ അവനിഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായോ? ചലനെ സെ പഹലെ മമ്മീനെ ഉസ്കാ ഗാൽ ദബ്ദബായ. ഇറങ്ങുന്നതിന് മുൻപായിട്ട് അമ്മ അവൻ്റെ ഗാൽ എന്ന് പറഞ്ഞാൽ കവിളിൽ തലോടി. ബാലോമേ ഊങ്കലിയാ ഫസാക്കർ ബഡെ പ്യാർ സെ ബാൽ ചിഞ്ചോട് ദിയെ. മുടി ഇഴകൾക്കിടയിലൂടെ കൈ കടത്തി വളരെ സ്നേഹത്തോടെ അവൻ്റെ മുടി ഒതുക്കി വെച്ചു. ഫിർ ബണ്ടി ജൈസെ ബൂത്ത് ബന പർ ബണ്ടി ജൈസെ ബൂത്ത് ബന ഖടാ രഹ. പക്ഷേ ഇതൊക്കെ അമ്മ ചെയ്തിട്ടും ബണ്ടിക്ക് ഒരു റിയാക്ഷനും ഇല്ല. അവൻ എങ്ങനെ നിന്നു? ബുദ്ധ എന്ന് പറഞ്ഞാൽ സ്റ്റാച്യു, ഒരു പ്രതിമ പോലെ അവനിങ്ങനെ നിശബ്ദനായി നിന്നു. ബാഗ് പകട്കർ ചൂലാ നഹി. അമ്മയുടെ കയ്യിൽ പിടിച്ചവൻ ഊഞ്ഞാലാടിയില്ല. കിസി ചീസ് കി ഫർമായിഷ് നെഹിങ്കി. ഏതെങ്കിലും ഒരു വസ്തു വേണമെന്ന്, എന്തെങ്കിലും ഒരു സാധനം അവൻ വേണമെന്ന് അമ്മയോട് റിക്വസ്റ്റ് ചെയ്തില്ല. മമ്മീനെ ഖീഞ്ച് കർ ഉസെ അപ്നെ പാസ് സറ്റാലിയ. അമ്മ അവനെ വലിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. पर एकदम चिपक कर फी बंडी को लगा जैसे मम्मी उसे बहुत दूर है. അമ്മയുടെ അടുത്ത്
ഒട്ടിച്ചേർന്ന് നിന്നിട്ടും അത്രയും അടുത്ത് നിന്നിട്ടും അവന് തോന്നി അവൻ അമ്മയിൽ നിന്നും ഒത്തിരി അകലങ്ങളിലാണെന്ന്. ഔർ ഫിർവേ സച്മുച്ച് ഹി ദൂർ ഹോഗെ, തീർച്ചയായും അവൻ അമ്മയിൽ നിന്നും ഒത്തിരി അകന്നിരുന്നു. उनकी चप्पल की खटखट जब बरामदे की सीटियों पर पहुंची तो बंडी कमरे के दरवाजे पर आकर खड़ा हो गया. അമ്മയുടെ ചപ്പൽ, അമ്മ ചെരിപ്പിട്ട് നടക്കുന്ന ആ ശബ്ദം, ഖട്ഖട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ശബ്ദം, ബരാമതേക്ക് സീറ്റിയോം പർ പഹുഞ്ചി, ബരാമത വരാന്ത, വരാന്തയുടെ സ്റ്റെപ്സ് കടന്നു എന്ന് മനസ്സിലായപ്പോൾ അവൻ ആ റൂമിൻ്റെ ഡോറിൽ വന്ന് നിന്ന് അമ്മയെ നോക്കി. और मम्मी जब फाटक खोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी तो बंडी दौड़कर अपने घर के फाटक पर खड़ा हो गया. അമ്മ ആ വരാന്ത കടന്ന് വീണ്ടും മുന്നോട്ട് നടന്ന് ഫാടക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് വീടിന് തൊട്ടടുത്തായുള്ള കോളേജിലേക്ക് അമ്മ പ്രവേശിച്ചു. ഹുസ്ന എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്യാൻ പ്രവേശിച്ചപ്പോൾ ബണ്ടി ഓടി തൻ്റെ ഗേറ്റിനടുത്ത് വന്ന് നിന്നു. സിർഫ് ദൂർ ജാത്തി ഹുയി മമ്മിക്കോ ദേഖ്നെ കെ ലിയെ, അവൻ എന്തിനാ വന്ന് നിന്നേ? തന്നിൽ നിന്നും അകന്നകന്ന് പോകുന്ന അമ്മയെ കാണാൻ. വഹ് ജാൻതാ ഹേ മമ്മി അബ് പീച്ചെ മുഡ്കർ നഹീ ദേഖേംഗെ, അവനറിയാം അമ്മ കോളേജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി തിരിഞ്ഞു നോക്കില്ല. നബേ തുലെ കദം രഹത്തി ഹുയി സീതി ചൽത്തി ചലി ജായേങ്കി, എങ്ങനെ നടന്നു പോവും അമ്മ? നബേ തുലെ എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്തിയതുപോലെ, അതായത് മെഷർ ചെയ്ത് നടക്കുന്നത് പോലെ ആ രീതിയിലാണ് അമ്മ നടക്കുന്നത്. പിന്നെ നേരെ അമ്മ മുന്നോട്ട് നടന്നു നീങ്ങും. ജൈസേ ഹി അപ്നെ കമരയ്ക്ക് സാമനെ പൗഞ്ചേങ്കി ചപ്പരാസി സലാം ടോക്താ ഹുവാ ദൗഡേഗ ഓർ ചിക് ഉഡായെങ്കെ, അമ്മ നേരെ അമ്മയുടെ റൂമിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ചപ്പരാസി പിയൂൺ അമ്മയെ കണ്ടാൽ ഉടനെ തന്നെ സലാം ടോങ്ന എന്ന് പറഞ്ഞാൽ വിഷ് ചെയ്യുകയും അമ്മയുടെ റൂം ഓപ്പൺ ചെയ്ത് കൊടുക്കും. മമ്മി അന്തർ ഘുസേങ്കി और एक बड़ी सी मेज के पीछे रखी कुर्सी पर बैठ जाएंगी, അമ്മ അകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം ടേബിളിന് പിന്നിലായിട്ടിരിക്കുന്ന ചെയറിൽ പോയിരിക്കും. മേസ് പർ ഡേർ സാരി ചിട്ടിയാം ഹോഗി, ആ മേശയുടെ പുറത്ത് ഒത്തിരി ലെറ്റേഴ്സ് ഉണ്ടാവും. ഫയലേ ഹോഗി, ഒത്തിരി ഫയൽസ് ഉണ്ടാവും. ഉസ് സമയ തക് മമ്മി ഏകദം ബദൽ ചുക്കി ഹോങ്കി, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ മൊത്തത്തിൽ അങ്ങ് മാറും. കം സേ കം ബണ്ടിക്കോ ഉസ് കുർസി പർ ബൈട്ടി മമ്മി കഫി അച്ചി നഹി ലഗി, കുറച്ചെങ്കിലും ആ ചെയറിലിരിക്കുന്ന, പ്രിൻസിപ്പലിൻ്റെ ചെയറിലിരിക്കുന്ന അമ്മയെ ബണ്ടിക്ക് ഇഷ്ടമായിരുന്നില്ല. पहले जब कभी उसकी छुट्टी होती और मम्मी की नहीं होती मम्मी उसे भी अपने साथ कॉलेज ले जाया करती थी. ആദ്യമൊക്കെ ബണ്ടിക്ക് ഹോളിഡേ ആണെങ്കിൽ, അമ്മയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? ബണ്ടിയെ തൻ്റെ കൂടെ കോളേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ചപ്പരാസി ഉസെ ദേഖ്തേ ഹി ഗോദ് മേ ഉഡാനെ ലഗ്താ തോ വഹ് ഹാത്ത് ചട്ട് ദേത്താ, പിയൂൺ അവനെ കാണുന്നതും അവനെ മടിയിലിരുത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൻ എന്ത് ചെയ്യും? കൈ തട്ടി മാറ്റുമായിരുന്നു. मम्मी के कमरे के एक कोने में ही उसके लिए एक छोटी सी मेज कुर्सी लगवा दी जाती. അമ്മയുടെ ആ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ബണ്ടിക്ക് വേണ്ടി ഒരു ടേബിളും ചെയറും ഇട്ടിട്ടുണ്ടായിരുന്നു. ജിസ് പർ ബൈഠ്കർ വഹ് ഡ്രോയിങ് ബനായ കർത്ത, അവിടെ ഇരുന്നിട്ട് അവൻ പിക്ചേഴ്സൊക്കെ വരയ്ക്കുമായിരുന്നു. കമരെ മേ കോയി ഫി ഖുസ്താ തോ ഏക് ബാർ ഹസി ലപേട്കർ ആംഖോं की आंखों में जरूर उसे दुलारा देता. ആ റൂമിലേക്ക് ആരെങ്കിലും ഒന്ന് പ്രവേശിച്ചാൽ അവരാദ്യം നോക്കുന്നത് ബണ്ടിയായിരിക്കും. അതായത് ചിരിച്ചുകൊണ്ട്, കണ്ണുകൾ കൊണ്ട് അവനോട് സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. തബ് വഹ് മമ്മിക്ക് ഓർ ദേഖ്ത, ആരെങ്കിലും ചിരിച്ചാൽ ഉടനെ അവൻ എന്ത് ചെയ്യും? അമ്മയുടെ മുഖത്തേക്ക് നോക്കും. पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता है. പക്ഷേ ആ ചെയറിലിരിക്കുന്ന അമ്മയുടെ ഫേസ് തികച്ചും ഡിഫറൻ്റ് ആയിരുന്നു. സഖ്ത് മീനിങ് റൂഡായിരുന്നു, അതായത് അമ്മ ഒന്നും തിരിച്ച് ചിരിക്കാറില്ല. ലഗ്താ ഹെ മാനോ അപ്നെ അസ്ലി ചേഹരെ പർ കോയി ദൂസര ചേഹര ലഗാ ലിയാ ഹോ, കണ്ടു കഴിഞ്ഞാൽ തോന്നും അമ്മയുടെ ഒറിജിനൽ ഫേസിന് പിന്നിലായി അമ്മ മറ്റൊരു ഫേസ് സൂക്ഷിക്കുന്നുണ്ട്. മമ്മിക്ക് പാസ് സരൂർ ഏക് ഔർ ചേഹര ഹെ, അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് മറ്റൊരു മുഖമുണ്ട്. ചേഹര ഹി നഹി ആവാസ് ഫി കൈസി സഖ്ത് ഹോ ജാത്തി ഹെ, ഫേസ് മാത്രമല്ല അമ്മയുടെ ശബ്ദവും എന്തുമാത്രം റൂഡായി മാറിയിരിക്കുന്നു. ബോൾത്തി ഹൈ തോ ലഗ്താ ഹൈ ജൈസെ ഡാഡ് രഹി ഹോ, അമ്മ സംസാരിക്കുകയാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തോന്നും അമ്മ വഴക്ക് പറയുകയാണെന്ന്. ഡാഡ്ന മീനിങ് വഴക്ക് പറയുക. ബണ്ടിക്കോ മമ്മി ബൗത് ഹി കം ഡാൻതി ഹെ, ബണ്ടിയെ അമ്മ വളരെ കുറച്ച് മാത്രമേ വഴക്ക് പറയാറുള്ളൂ. ബസ് പ്യാർ കർത്തി ഹെ ഇസ്ലിയോ സഖ്ത് ചേഹര
डांटती। प्रिंसिपल की कुर्सी पर बैठी मम्मी उसे काफ़ी अच्छी नहीं लगती. അവനെ ഒത്തിരി സ്നേഹിക്കാറാണുള്ളത്. ഒട്ടും തന്നെ അവന് വഴക്ക് പറയാറില്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിൻ്റെ ചെയറിലിരിക്കുന്ന ആ അമ്മയെ അവനിഷ്ടമായിരുന്നില്ല. വഹാം ഉസ്കെ ഔർ മമ്മി കെ ബീച്ച് മേ ബഹുത് സാരി ചീസേം ആ ജാത്തി ഹെ. അവിടെ പോയി കഴിഞ്ഞാൽ ബണ്ടിക്കും അവൻ്റെ അമ്മയ്ക്കുമിടയിൽ ഒരുപാട് കാര്യങ്ങൾ വരുമായിരുന്നു. മമ്മി കാ നക്കലി ചേഹര, അമ്മയുടെ കള്ളത്തരം നിറഞ്ഞ ആ മുഖം. കോളേജ് കി ബഡി സി ബിൽഡിംഗ്, ആ കോളേജിലെ ബിൽഡിങ്ങുകൾ. കോളേജ് കി ഡേർ സാരി ലഡ്കിയ, ആ കോളേജിൽ പഠിക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ. കോളേജ് കെ ഡേർ സാരേ കാം, അമ്മയ്ക്ക് ചെയ്യാനായി ആ കോളേജിൽ ഒരുപാട് ജോലികളുണ്ട്. ദോടി ദോടി ദേർ മേ ബജനെ വാലെ ഖണ്ഡേ, ഇടയ്ക്കിടയ്ക്കായി കേൾക്കുന്ന ബെല്ലിൻ്റെ ശബ്ദം. ഖണ്ഡ ബജനെ പർ ഹോനെ വാലി ഹൽച്ചൽ, ബെല്ലടിച്ച് കഴിയുമ്പോൾ അവിടെ വ്യാപിക്കുന്ന ബഹളം. ഇൻ സബ്കെ ഏക് സിരെ പർ വഹ് രഹ്താ ഹെ ചുപ്ചാപ് സഹമാസ ഔർ ദൂസരെ പർ മമ്മി രഹ്തി ഹെ. ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ആ കോളേജിൽ ആ റൂമിൻ്റെ ഒരറ്റത്തായി നിശബ്ദനായി ഒതുങ്ങി ആരിരിപ്പുണ്ട്? ബണ്ടി ഇരിപ്പുണ്ട്. മറ്റൊരു വശത്ത് അമ്മയും ഇരിപ്പുണ്ട്. കിസിക്കോ ആദേശ് ദേത്തി ഹുയി, ആർക്കെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അമ്മ. കിസിക്ക് സാത്ത് സലാഹ് മശ്വര കർത്തി ഹുയി, കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കിസിക്കോ ഡാഡ്തി ഹുയി, ചിലരെയൊക്കെ അമ്മ വഴക്ക് പറയുന്നുണ്ട്. ഔർ ഇസ്ലിയെ ഉസ്നെ കോളേജ് ജാനാ ചോട് ദിയ, അതുകൊണ്ട് തന്നെ അവൻ കോളേജിൽ പോകുന്നത് നിർത്തി. ഘർ മേ ചാഹെ വഹ അകേലാ രഹേ പർ വഹാ നഹി ജാത്ത, വീട്ടിൽ അവൻ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവൻ കോളേജിലേക്ക് പോകില്ല. വഹാം കിസ്കെ പാസ് ചായേ, അവിടെ അവൻ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? മമ്മി തോ വഹാം നെഹി രഹ്തി നഹി, അവിടെ അവൻ്റെ അമ്മ ഇല്ല. രഹ്തി ഹൈ ബസ് ഏക്ക് പ്രിൻസിപ്പൽ, അവിടെ ഇരിക്കുന്നത് വെറും ഒരു പ്രിൻസിപ്പലാണ്. ജിൻകെ ചാരോ ഓർ ബഹുത് സാരേ കാം, അവർക്ക് ചുറ്റും ഒരുപാട് ജോലികൾ. ബഹുത് സാരേ ലോക് രഹ്തെ ഹൈ, ഒരുപാട് ആളുകൾ അവർക്ക് ചുറ്റും നിൽക്കുന്നു. നെഹി രഹ്താ ഹെ തോ കേവൽ ബണ്ടി, പക്ഷേ അവരുടെ അടുത്ത് ആരും മാത്രമില്ല, അവരുടെ മകൻ ബണ്ടി. ഒറ്റപ്പെട്ടു പോയ ബണ്ടിയെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ എഴുത്തുകാരി മന്നു ഭണ്ഡാരി പറഞ്ഞിരിക്കുന്നത്. അതായത് കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ പോകുന്ന കുട്ടിയുടെ വിഷമമാണ് ഈ സ്റ്റോറിയിലൂടെ, ഈ ഉപന്യാസത്തിൻ്റെ ഈ ഒരു പോർഷനിലൂടെ മന്നു ഭണ്ഡാരി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാനില്ല, ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുമില്ല, റീഡിംഗ് ലെസനാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.